Hi friends, welcome back to my channel. നമ്മൾ ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് നെക്ക് ഡിസൈൻ ഉള്ള അംബ്രല്ല കുർത്തിയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു സാറ്റേൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. കൂട്ടത്തിലൊരു നല്ല വർക്കുള്ളൊരു നെറ്റും. ഫസ്റ്റ് നമുക്ക് ബോട്ടം പാർട്ടൊന്ന് കട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഈ തുണിയെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ സൈഡിലെല്ലാം പിൻ കുത്തി കൊടുത്തു. സാറ്റേൺ തുണി ആയതുകൊണ്ട് നമുക്ക് കയ്യിൽ നിന്ന് തെന്നിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പിൻ കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ കൊണ്ടുവന്ന് ഒരു വലിയ ട്രയാങ്കിൾ പോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് കിട്ടും. ഒരു മടക്ക് വശവും രണ്ട് ഓപ്പണിങ്ങും ഉള്ള ഏരിയ ആയിട്ട് ഇതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതൊരു കോൺ പോലെ നേരെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതും പിൻ കുത്തി ഇപ്പോൾ ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇവിടേക്ക് ബോട്ടം പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു അറ്റത്തേക്ക് ടേപ്പ് വെച്ച് കൊടുത്തിട്ട് 12 ഇഞ്ച് താഴത്തേക്ക് അടയാളപ്പെടുത്താം. ഇവിടേക്ക് ഒരു 12 ഇഞ്ചിൻ്റെ അവിടെ ഒരു പോയിന്റ് കൊടുത്തു. ഇതേപോലെ തന്നെ അങ്ങേ അറ്റം വരെ നമുക്ക് 12 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കൂട്ടി വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് നമ്മുടെ ബോട്ടം പാർട്ടിൻ്റെ നീളം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 32 ഇഞ്ചാണ് നീളമായിട്ട് എടുക്കുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ വരച്ചു നിർത്തിയിരിക്കുന്ന ഈ പോയിന്റിലേക്ക് നമ്മൾ ടേപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് താഴത്തേക്ക് 32 ഇഞ്ചൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ആ ഒരു വരയുടെ അറ്റത്തേക്ക് ഇതുപോലെ മാറ്റി ഫുള്ള് അങ്ങേയറ്റം 32 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കൂട്ടി വരച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിത് കൂട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഇത് നമ്മുടെ വേസ്റ്റിൻ്റെ അളവുമായിട്ട് ഒരുപോലെയാണോ നോക്കാനായിട്ട് ഇതുപോലെ ടേപ്പ് വെച്ചൊന്ന് അളന്ന് നോക്കാം. വേസ്റ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ 9 ഇഞ്ചാണ് എടുത്തത്. അതേ അളവ് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്, 9 ഇഞ്ച്. ഇനി നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2 പീസുണ്ട്, ഫ്രണ്ടും ബാക്കും. നല്ല തുണി കട്ട് ചെയ്തതുപോലെ തന്നെ ലൈനിങ് പാർട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്കിതൊന്ന് കൊണ്ടുപോകാം. ഇതുപോലെ നമ്മളൊരു കോൺ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല തുണിയിൽ ചെയ്തതുപോലെ തന്നെ ഈ ടേപ്പ് വെച്ച് 12 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ ചുറ്റും ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്ക് നമ്മുടെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലൈനിങ് പാർട്ട് ആയതുകൊണ്ട് തന്നെ 30.5 ഇഞ്ചാണ് എടുക്കുന്നത്. 30.5 ഇഞ്ച് ഇതുപോലെ ചുറ്റും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ലൈനിങ് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 പീസായിട്ട്, ഫ്രണ്ടും ബാക്കും. അങ്ങനെ നമ്മളിത് 2 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് ഭാഗം തയ്ക്കാനായിട്ട് ബാലൻസ് ഉണ്ടായിരുന്ന തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈനും വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഇനി ആ പോയിന്റിൽ നിന്നും താഴത്തേക്ക് കൈക്കുഴി 7 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടേക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കൂട്ടത്തിൽ 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് യോക്കിൻ്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 15.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ആ പോയിന്റിലേക്ക് ഇനി നമുക്ക് നമ്മുടെ ബോട്ടവുമായിട്ട് യോജിപ്പിക്കുന്ന വേസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്യാം. 8 ഇഞ്ചും 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 11 ഇഞ്ച് താഴെയായിട്ട് നമുക്ക് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യാം. അതിനായിട്ട് 11 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. അവിടേക്ക് നമ്മുടെ ഷേപ്പിൻ്റെ അളവ് 8 ഇഞ്ചും കൂട്ടത്തിൽ 1 ഇഞ്ച് സീം അലവൻസും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അതെല്ലാം ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഈ ഫ്രണ്ടിൻ്റെ കൈക്കുഴി ഒന്ന് വരച്ചു കൊടുക്കാം. 1.5 ഇഞ്ച് ഒന്നെടുത്തിട്ട് ഇതുപോലൊരു മാർക്ക് കൊടുത്തിട്ട് ഒന്ന് കർവായിട്ട് ഇതുപോലെ വളച്ച് വരച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇതേ സെയിം അളവിൽ തന്നെ നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെറ്റ് ഫാബ്രിക്കിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമ്മുടെ ഉള്ള നെറ്റ് തുണി ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കാം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഡിസൈൻ വർക്ക് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കേണ്ടതാണ്. താഴോട്ടാണോ മുകളിലോട്ടാണോ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം മടക്കാനായിട്ട്. ഇപ്പം നല്ല വശം ഉള്ളിലാക്കി ചീത്തവശമാണ് നെറ്റിൻ്റെ ഇപ്പം പുറമേ കാണുന്നത്. ഇതിന് മുകളിലേക്ക് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാർട്ട് എടുത്ത് മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ലെവലിലൊന്ന് ആ ഡിസൈനും ഒക്കെ നോക്കി ലെവലിലൊന്ന് ഇതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ട്രേസ് ചെയ്ത് വരച്ചു കൊടുക്കാം. നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ചോക്ക് ഇച്ചിരി കാണാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ പാർട്ടും ഒന്ന് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ 2 നെറ്റ്, 2 അതിനുള്ളിൽ നല്ല തുണി, 2 ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇതുപോലൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഗിൽറ്റുള്ള വശമാണ് അകത്തേക്ക് നമ്മൾ വെക്കുന്നത്. പുറമേ കാണുന്ന ഈ റഫായിട്ടുള്ള ഏരിയയിൽ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി ഇവിടേക്ക് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. 4.25 ഇഞ്ചാണ് ഞാൻ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്ക് നമുക്ക് നമ്മുടെ നെക്കിൻ്റെ നീളം, അതായത് നമ്മൾ എത്ര നീളമാണ് നെക്കിന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 5 ഇഞ്ചാണ് നീളം കൊടുക്കുന്നത്. ഇനി ഇതിനുള്ളിലേക്ക് നമ്മുടെ നെക്ക് ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലൊരു സിമ്പിൾ നെക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിതുപോലെ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കാം. സെയിം അളവ് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുമൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കട്ട് ചെയ്ത 2 നെക്ക് പീസുകളും ഇതുപോലൊരു തുണിയിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് നമുക്ക് മടക്കി ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പം ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ചെയ്തു വെച്ചിരിക്കുന്ന ക്യാൻവാസ് ഇതിന് മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നല്ല തുണിയുടെ നല്ല വശത്തിന് മുകളിലേക്കാണ് നമ്മളിപ്പോൾ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നത്. ഈ നല്ല തുണിയുടെ അവിടെ നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെൻറ്റർ മാർക്ക് ചെയ്തതിനേക്ക് മുകളിലേക്കായിട്ട് നമ്മുടെ ക്യാൻവാസിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്ത് ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് സൈഡിൽ കൂടെ ക്യാൻവാസിൻ്റെ അരികുവശത്തു കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ അരികുവശത്തു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ലൈനിങ് വെച്ച് തയ്ക്കണം. ഇതിൻ്റെ കീഴിലേക്ക് ലൈനിങ്ങും വെച്ച് കൊടുക്കണം. ഇതേപോലെ തന്നെ ബാക്ക് നെക്കിനും നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. സെൻറ്ററിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് അരികുവശത്തു കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിനി ചെറിയ ചെറിയ കട്ടിങ്സ് ഇതിനുള്ളിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് അകത്തേക്ക് ഫോൾഡ് ചെയ്യുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പം ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ട് അവിടെ ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അരികു വശത്തുകൂടെ നെക്കിൻ്റെ അരികു വശത്തുകൂടെ എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 എണ്ണത്തിൻ്റെയും. ഇപ്പം ഞാൻ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെറ്റിലേക്ക് നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കണം. അത് ക്ലിയർ ആകാനായിട്ട് ഞാൻ അടിയിലേക്ക് ഇതുപോലൊരു തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ പോയിന്റിൽ നിന്നും താഴത്തേക്ക് നെക്കിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണം. 3.5 ഇഞ്ചാണ് നെക്കിന് ലെങ്ത്ത് ഞാൻ എടുക്കുന്നത്. അതെല്ലാം ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കാം. ഇനി ഇതിനുള്ളിലേക്ക് നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ ഏത് ടൈപ്പ് നെക്കാണോ അതൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത പീസും നെക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് സെയിം തന്നെയാണ് എടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് 3ഉം നെക്കിൻ്റെ ലെങ്ത്ത് 3.5 ഇഞ്ചുമാണ് എടുക്കുന്നത്. അതിനുള്ളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു നെക്ക് ഡിസൈൻ, ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് നെക്കാണ് രണ്ടിനും കൊടുക്കുന്നത്, അതുകൊണ്ട് റൗണ്ട് ഷേപ്പിലായിട്ടൊന്ന് വരച്ചു കൊടുത്തു.
ഇനി നമുക്ക് ഈ നെറ്റിൻ്റെ നെക്കിന് ഒരു ചെറിയ പൈപ്പിംഗ് കൊടുക്കാനായിട്ട് ബോട്ടം പാർട്ടിൻ്റെ സെയിം തുണി തന്നെ ഒരു ലോങ് പീസ് എടുത്തിട്ടുണ്ട്. ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് രണ്ടായിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമ്മുടെ നെറ്റിൻ്റെ ചീത്ത വശത്തിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നെക്കിൻ്റെ സൈഡിൽ കൂടെ എല്ലാം എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ചീത്ത വശത്തിന് മുകളിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാലൻസ് താഴത്തേക്ക് നമ്മൾ അടിച്ചിട്ട് ബാലൻസ് വന്ന പീസിലേക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കണം. എന്നാലേ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് അടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് അകത്തേക്ക്, അതായത് നമ്മുടെ നല്ല വശത്തേക്ക് ഇതൊന്ന് മറിച്ചെടുക്കാം. നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചെടുത്തിട്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ള്. ഞാനിപ്പോൾ ഇത് നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 പീസും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ പൈപ്പിംഗ് കൊടുത്ത്. ഇനി നമുക്ക് നെറ്റിൻ്റെ ഫാബ്രിക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ടോട്ടൽ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 4 ഇഞ്ചാണ്. ഈ 4 ഇഞ്ചിൽ 2.5 ഇഞ്ച് നമ്മുടെ ഉള്ളിലത്തെ ഇന്നർ തുണിയും 1.5 ഇഞ്ച് നമ്മുടെ നെറ്റുമാണ് നമുക്ക് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. ഇതേപോലെ തന്നെ 2 സൈഡിലും നമുക്ക് ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. ടോട്ടൽ 4 ഇഞ്ചാണ്. അതിൽ 1.5 ഇഞ്ച് നമ്മുടെ നെറ്റും ബാക്കി 2.5 ഇഞ്ച് നമ്മുടെ ഉള്ളിൽ നമ്മൾ വെക്കുന്ന തുണിയും. അത് നമ്മുടെ നെറ്റ് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിൻ ചെയ്ത് എടുക്കാം. ഇപ്പം ഞാനിത് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിൻ വെച്ച്. ഇനി നമുക്ക് ഈ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം. ഇപ്പം ഞാൻ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൈക്കുഴി വഴി താഴെ വരെയും ഒന്ന് നെറ്റും നമ്മുടെ തുണിയും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കും ഈ നെറ്റും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ സൈഡിൽ കൂടെ എല്ലാം പിന്നൊന്ന് കുത്തി കൊടുക്കാം. അത് നെറ്റ് ഇങ്ങനെ മാറിപ്പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ പിൻ വെച്ച് സെക്യൂർ ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ ഒന്ന് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ പാർട്ടും ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ 2 പീസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ നല്ല വശത്തിന് മുകളിലേക്കായിട്ട് മറ്റേ പാർട്ടിൻ്റെ നല്ല വശം രണ്ടും ഒരുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ചീത്തവശമാണ് മുകളിലും ചീത്തവശം താഴെയും കാണുന്നത്. ഇതുപോലെ നല്ല വശം രണ്ടും ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നെറ്റിൻ്റെ ഫാബ്രിക്കും നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഫാബ്രിക്കും ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തെന്നിപ്പോകാതെ സൂക്ഷിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ഷോൾഡർ രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പാർട്ടും അതിൻ്റെ ലൈനിങ്ങും കൂടെ ഒന്ന് വേസ്റ്റിൻ്റെ അവിടെ കൊണ്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അവിടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2 പീസും നമ്മൾ ജോയിൻ ചെയ്തെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ടോപ്പും ബോട്ടവും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ടോപ്പിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പാർട്ടിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നല്ല വശം അകത്താണ്, രണ്ടിൻ്റെയും നല്ല വശം അകത്താണ്, ചീത്തവശമാണ് പുറമേ കാണുന്നത്. ഇതുപോലെ രണ്ടും ഒന്ന് ഒരുപോലെ വെച്ച് കൊടുക്കാം, സെൻറ്റർ രണ്ടും. ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടും ഇവിടുന്ന് റൈറ്റിലോട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പോർഷനും, അതായത് നമ്മുടെ മറ്റേ പാർട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പിന് സ്ലീവ്സ് ഒന്ന് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ബാലൻസ് ഉള്ള തുണി ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുത്തു. അതിനെ ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഇവിടേക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തിയ എൻ്റെ ആ ഒരു ക്ലിപ്പ് മിസ്സായിപ്പോയി. അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തിട്ടുണ്ട്.
ഇപ്പം ഞാൻ സ്ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നെറ്റിൻ്റെ ഫാബ്രിക്കും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് സൈഡെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ഈ താഴ്വശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ രണ്ടെണ്ണത്തിൻ്റെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ചീത്തവശത്തേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി. ഇനി നമുക്ക് ഈ സ്ലീവ്സ് ഒന്ന് നമ്മുടെ ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ താഴെ വരെ വേസ്റ്റിൻ്റെ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും നല്ല തുണിയും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഞാനിപ്പോൾ ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങും സെപ്പറേറ്റ് ആക്കി നല്ല തുണിയും സെപ്പറേറ്റ് ആക്കി. അതേപോലെ തന്നെ ഈ താഴ്വശം ഡബിൾ ഫോൾഡ് ചെയ്തും അടിച്ചെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ താഴ്വശവും ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. See you in next video.